നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പത്തനംതിട്ടയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് KSRTC ബസ്സിലിടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. മരിച്ചത് ആലപ്പുഴ സ്വദേശി ശ്രീജിത്ത്. മെച്ചപ്പെട്ട വില ലഭിക്കുമ്പോഴും ഇടുക്കിയിലെ ഏലം കർഷകർ ദുരിതത്തിൽ. തിരിച്ചടിയായത് ഉൽപാദനക്കുറവും വൻകിട വ്യാപാരികളുടെ ഇടപെടലും. ആവശ്യക്കാരില്ലാതായതോടെ വടകരയിലെ കൈതോലപ്പായ മേഖല പ്രതിസന്ധിയിൽ. പാലക്കാട് ഓങ്ങല്ലൂരിലെ അനധികൃത ആക്രി വ്യാപാരത്തിനെതിരെ ജനകീയ പ്രതിഷേധം. അശാസ്ത്രീയ വേസ്റ്റ് സംസ്കരണം കടുത്ത പരിസ്ഥിതി പ്രശ്നമുണ്ടാക്കുമെന്ന് ആശങ്ക. മന്ത്രിമാർക്കും കളക്ടർക്കും പരാതി നൽകുമെന്ന് നാട്ടുകാർ. ഗുരുവായൂരിൽ വിവാഹമാമാങ്കം. ഇന്ന് നടന്നത് 256 വിവാഹങ്ങൾ. ദർശനത്തിന് പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കി ദേവസ്വം. ഇടുക്കി മ്ലാമല നിവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം. 7 കിലോമീറ്ററോളം റോഡ് പുനർനിർമ്മിക്കും. നവീകരണം ഈ മാസം ആരംഭിക്കുമെന്ന് MLA. വിശദമായി നോക്കാം. പത്തനംതിട്ടയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് KSRTC ബസ്സിലേക്ക് ഇടിച്ച് കയറി ഒരാൾ മരിച്ചു. ബൈക്ക് യാത്രികനായ ആലപ്പുഴ സ്വദേശി ശ്രീജിത്താണ് മരിച്ചത്. അപകടം ഒഴിവാക്കാൻ വെട്ടിച്ച KSRTC ബസ് മതിലിൽ ഇടിച്ചു. പത്തനംതിട്ട വാര്യാപുരത്തിന് സമീപം ചിറക്കാലയിലാണ് അപകടമുണ്ടായത്. മെച്ചപ്പെട്ട വില ലഭിക്കുമ്പോഴും നിരാശയിലാണ് ഇടുക്കിയിലെ ഏലം കർഷകർ. ശരാശരി വില 3000 കടന്നിട്ടും അതിന്റെ ഗുണം കർഷകർക്ക് പ്രയോജനപ്പെടുത്താനാകുന്നുമില്ല. വൻകിട വ്യാപാരികളുടെ ഇടപെടലാണ് കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്നത്. സീസൺ അവസാനിച്ചതും ഏലക്ക മുഴുവനായി വിറ്റൊഴിഞ്ഞതുമാണ് കർഷകരെ ദുരിതത്തിലാക്കുന്നത്. ഉൽപാദനത്തിലുണ്ടായ കുറവും പ്രതിസന്ധിയായി. ഉൽപാദനവും ലേലകേന്ദ്രത്തിൽ വിൽപ്പനയും കുറഞ്ഞതോടെ 1.5 മാസത്തിനു ശേഷം ഏലം വില കിലോയ്ക്ക് വീണ്ടും 3000 കടന്നു. കഴിഞ്ഞ ദിവസം നടന്ന ലേലത്തിൽ ഏലത്തിന് ശരാശരി വില 3196 രൂപ വരെ ലഭിച്ചു. 1.5 മാസം മുൻപ് 2 ലേലത്തിലായി 1 ലക്ഷത്തിലധികം കിലോഗ്രാം പതിവുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിലെ അവസാന ലേലത്തിൽ 2 ലേലകേന്ദ്രങ്ങളിലായി ആകെ 87,048 കിലോഗ്രാമാണ് ഉള്ളത്. ഏലക്കായുടെ സീസൺ തീർന്നു. ഈ ഒരു 1.5-2 മാസമായുള്ള ഏലക്കായ്ക്ക് ന്യായമായി ഒരു കർഷകൻ ആഗ്രഹിച്ചതായ ഒരു വില ഉയർന്നു വന്നിട്ട് ആ വില വന്ന സമയത്ത് കർഷകൻ്റെ കയ്യിൽ കായില്ലാതെ വന്നു. അപ്പോൾ കായുള്ളതെന്ന് പറയുന്നത് ഇവിടുത്തെ കച്ചവടക്കാരുടെ കയ്യിലും വൻ തോട്ടക്കാരുടെ കയ്യിൽ കായിരിപ്പുണ്ട്. അതുപോലെ തന്നെ വൻകിട വ്യാപാരികളുടെ കയ്യിൽ കായിരിപ്പുണ്ട്. അതുകൊണ്ട് കർഷകർക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനം ലഭിക്കുന്നില്ല. വൻകിട വ്യാപാരികളുടെ ഇടപെടലാണ് ഏലം വിലയിലെ ചാഞ്ചാട്ടത്തിന് കാരണമെന്ന് കർഷകർ പറയുന്നു. ഉൽപാദനം കൂടുതലുണ്ടായിരുന്നപ്പോൾ വിലയിൽ അനിശ്ചിതത്വം സൃഷ്ടിച്ച് കർഷകരെ ബുദ്ധിമുട്ടിലാക്കുകയും സീസൺ അവസാനിച്ചപ്പോൾ സ്റ്റോക്കിസ്റ്റുകൾക്ക് ലാഭമുണ്ടാക്കാനായി വിപണിയിൽ ഇടപെടുകയും ചെയ്യുന്നുവെന്ന് കർഷകർ പറയുന്നു. ഏലക്ക ഇല്ലാത്തൊരവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ ഈ ലേലം വിളിക്കുന്ന ആളുകൾ അവരൊത്തുകൊണ്ട് ലേലത്തിലെ വിലയിടിക്കും. വിളിച്ച ഗുണനിലവാരം ഇല്ലാത്തോ വലിപ്പം കുറഞ്ഞ ഏലക്ക വീണ്ടും വീണ്ടും ലേലത്തിൽ കൊണ്ടുവച്ച് വിലയിടിക്കുന്നു. കർഷകരെ സംബന്ധിച്ച് ഉൽപാദന ചെലവ് കൂടുതലാണ്. അതുപോലെ തന്നെ കീടനാശിനി വളപ്രയോഗം ഇതിനൊക്കെയും വില കൂടുതലാണ്. അപ്പോൾ ആനുപാതികമായിട്ട് അവർക്ക് വില ലഭിച്ചുകൊണ്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വിലയുണ്ട്, പക്ഷേ അവരുടെ കയ്യിൽ ആവശ്യത്തിന് സ്റ്റോക്കില്ല. സീസൺ ആരംഭിച്ച ജൂണിൽ 2130 രൂപയായിരുന്ന ശരാശരി വില നവംബറിലാണ് 3000 തൊട്ടത്. പിന്നീട് 1.5 മാസത്തോളം വില ചാഞ്ചാടിക്കൊണ്ടിരുന്നു. സീസൺ അവസാനിക്കാറായതോടെയാണ് വീണ്ടും 3000 കടന്നത്. ഭൂരിഭാഗം ചെറുകിട കർഷകരും ഏലക്ക വിറ്റൊഴിഞ്ഞതിനാൽ വൻകിട കർഷകർക്കും വ്യാപാരികൾക്കും മാത്രമാണ് ഇപ്പോഴത്തെ വില വർധനവിന്റെ പ്രയോജനം ലഭിക്കുക. ന്യൂസ് 18 ഇടുക്കി. ആവശ്യക്കാരില്ലാതായതോടെ പ്രതിസന്ധിയിലാണ് കൈതോലപ്പായ നിർമ്മാണ മേഖല. വരുമാനം കൂടി ഇല്ലാതായതോടെ വലിയ ബുദ്ധിമുട്ടിലാണ് തൊഴിലാളികൾ. ഒരു കാലത്ത് വീടുകളിൽ ഒഴിച്ചുകൂടാനാകാത്തതായിരുന്നു കൈതോലപ്പായകൾ. ഇരിപ്പിടമായും കിടക്കയായും വിളകൾ ഉണക്കാനുമൊക്കെ ഉപയോഗിച്ചു. പാടവരമ്പിലും തോട്ടിൻകരയിലുമൊക്കെ സുലഭമായിരുന്നു കൈതോലകൾ. ഇവ ഉണക്കി മെടഞ്ഞാണ് പായകൾ ഉണ്ടാക്കിയിരുന്നത്. ഒരുപാട് പേർക്ക് തൊഴിൽ നൽകിയിരുന്നു ഈ മേഖല. സ്ത്രീകളായിരുന്നു കൂടുതലും ഈ രംഗത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഈ മേഖലയ്ക്ക് പഴയ പ്രതാപമില്ല. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ കടന്നുവരവും പൂർണ്ണമായും ആളുകൾ കട്ടിലും കിടക്കയും ഉപയോഗിക്കാൻ തുടങ്ങിയതുമാണ് തിരിച്ചടിയായത്. കൈതോലപ്പായ നിർമ്മാണം ഉപജീവനമായി കണ്ടവരും ചുരുങ്ങി. കൈത വെട്ടിക്കൊണ്ടുവന്നിട്ട് ഞങ്ങൾ മുള്ളു പോക്കി വേർത്തിടുക. വേർത്തിട്ടിട്ട് അടന്ന് ഉണങ്ങിയിട്ട് വാരിക്കൊണ്ടുവന്നിട്ട് പിന്നെ 2 മുള്ളു പോക്കാനുണ്ട്.
അതും പോക്കിയിട്ട് ഞങ്ങൾ പായ് തീർക്കും. പായ് തീർത്ത് ഞങ്ങൾ പയ്യോളി കൊണ്ടുപോകും, അല്ലെ വടകര കൊണ്ടുപോകും. അതിന് 300 200 കിട്ടും. അതിനെ കൊണ്ടായിരുന്നു ഞങ്ങളുടെ ജീവിതം. പഴയകാല ചന്തകളായിരുന്നു പ്രധാന മാർക്കറ്റ്. ചന്തകൾ ചുരുങ്ങിയതോടെ കടകളിൽ മാത്രമായി സ്ഥാനം. പുതുതലമുറ ഈ തൊഴിൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഒരു ദിവസം ഇരുന്നാൽ ഒരു പായ മെടയാം. എന്നാൽ അതിനുള്ള കൂലി കിട്ടാത്തതും ഈ രംഗം ഉപേക്ഷിക്കാൻ കാരണമായി. ന്യൂസ് 18 വടകര. ജൈവകൃഷിയിൽ വിജയം കൊയ്ത് കണ്ണൂർ കരുവഞ്ചാൽ മണാട്ടിയിലെ ടോമി സെബാസ്റ്റ്യൻ. അതിന് പിന്നിൽ ഒരു കഥയും കൂടിയുണ്ട്. കാട്ടുപന്നി ശല്യം രൂക്ഷമായതിനെ തുടർന്ന് ഏറുമാടം കെട്ടി രാവും പകലുമില്ലാതെ കാവലിരുന്നാണ് കൃഷി സംരക്ഷിച്ചത്. ജൈവകൃഷിയിൽ ടോമിയുടെ വിജയക്കൊയ്ത്ത് തുടരുകയാണ്. 2 ഏക്കറിലാണ് കൃഷി. ഇഞ്ചി, കപ്പ, മഞ്ഞൾ, കൂർക്ക തുടങ്ങിയവയാണ് കൃഷിയിറക്കുന്നത്. പക്ഷേ നല്ല വിളവ് കിട്ടണമെങ്കിൽ കർഷകർ ഉറക്കമൊഴിഞ്ഞ് കാത്തിരിക്കണം. കാട്ടുപന്നി ശല്യമാണ് പ്രതിസന്ധി. ടോമിയും ഈ പ്രതിസന്ധി നേരിടുന്നുണ്ട്. കൃഷി നഷ്ടമാകാതിരിക്കാൻ രാവും പകലും ഏറുമാടം കെട്ടി കൃഷിക്ക് കാവലിരുന്നു. മഴ ചതിച്ചതിനാൽ പ്രതീക്ഷിച്ച വിളവ് ലഭിച്ചില്ല. എങ്കിലും പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുതി നേടിയ വിളവെടുപ്പിന് ഇരട്ടി മധുരം. കൃഷി വലിയ കുഴപ്പമില്ല. പിന്നെ മഴ കൂടുകൊണ്ട് ഇച്ചിരി വിളവ് കുറവുണ്ട്. പിന്നെ വെളി തുടങ്ങിയതുള്ളൂ. കപ്പയ മോശം, കപ്പയ്ക്ക് വിലയും കുറവ്, പറിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ചേന പറിക്കാൻ കിടന്നു. ചേന പറിച്ചുകൊണ്ടിരിക്കുക. ചേനയ്ക്ക് വിത്തിനുള്ള ചേന പറിക്കുന്നു, കിഴങ്ങ് പറിക്കുന്നു, കാച്ചിൽ പറിക്കുന്നു, കൂർക്ക, മഞ്ഞൾ, ഇഞ്ചി, ഇങ്ങനെ എല്ലാം പറിച്ചുകൊണ്ടിരിക്കുകയാണ്. വിത്തിന് വേണ്ടിയുള്ളതാണ് ഈ വർഷത്തെ വിളവെടുപ്പ്. അടുത്ത വേണ്ട വിത്തിന് വേണ്ടി എടുത്തിട്ട് നമ്മൾ കൊടുക്കുകയുള്ളൂ. ഇനി അധ്വാനം നഷ്ടപ്പെടാതിരിക്കാൻ ഇതുപോലെ ഉറക്കമില്ലാതെ കഴിയുന്ന നിരവധി കർഷകരുണ്ട് മലയോരത്ത്. കാട്ടുപന്നി ശല്യം രൂക്ഷമായതിനാൽ കൃഷി ഉപേക്ഷിക്കുന്നവരും ഏറെയാണ്. ന്യൂസ് 18 ആലക്കോട്. കുരങ്ങുകളെ പേടിച്ചു കഴിയുകയാണ് ഇടുക്കി അടിമാലിയിലെ കുറെ കുടുംബങ്ങൾ. വീടുകൾക്കുള്ളിൽ അടക്കം കയറി വലിയ ശല്യമാണ് ഇവ ഉണ്ടാക്കുന്നത്. ഒറ്റയ്ക്കും കൂട്ടമായും എത്തുന്ന കുരങ്ങുകൾ വലിയ തലവേദനയാണ് നാട്ടുകാർക്കുണ്ടാക്കുന്നത്. അടിമാലി 10ാം വാർഡിലാണ് ശല്യം കൂടുതൽ. ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ ഭാഗത്തും ഇതുതന്നെയാണ് സ്ഥിതി. നേരം പുലർന്നാൽ കുരങ്ങന്മാർ കൂട്ടമായി എത്തും. കൃഷിയിടങ്ങളും വീടുകളും കൈയടക്കും. കാപ്പി, കൊക്കോ, തെങ്ങ്, ജാതി, ഏലം തുടങ്ങി കാർഷിക വിളകൾ നശിപ്പിക്കുന്നതും പതിവാണ്. വലിയ പ്രയാസത്തിലാണ് ഓരോ വീട്ടുകാരും. കുരങ്ങ് വരുന്ന ഒരു 250-300 കുരങ്ങുകൾ കൂട്ടമായിട്ട് വരികയും നമ്മൾ ഓടിക്കാൻ ശ്രമിച്ചാൽ നമ്മളെ ആക്രമിക്കാൻ വരുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മൾ ഓടിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കും, പക്ഷേ കുരങ്ങുകൾ ഓടാൻ തയ്യാറില്ല. എല്ലാം നമ്മളെ പേടിപ്പിക്കുന്ന അവസ്ഥയിലാണ്. ഒരു സാധനം നമുക്ക് കൃഷിയായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇവിടെയുള്ള കാപ്പിക്കുരു, ജാതിക്ക, മറ്റേ കൊക്കോക്ക, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഈ കുരങ്ങുകൾ തിന്ന് നശിപ്പിക്കുക. തേങ്ങ വരെ പൊതിച്ച് തിന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. രാവിലെ എത്തിയാൽ വൈകിട്ടാകും മടക്കം. അതുവരെ പറ്റുന്നതെല്ലാം നശിപ്പിക്കും. വീടുകൾക്കുള്ളിൽ കയറി ഉപകരണങ്ങളും തകർക്കും. വസ്ത്രങ്ങൾ വലിച്ചുകീറും. ഭക്ഷണം പാകം ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഓടിക്കാൻ ശ്രമിച്ചാൽ ആക്രമിക്കും. ഇനിയും കുരങ്ങ് ശല്യം സഹിക്കാനാകില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. വനം വകുപ്പിന്റെ കാര്യക്ഷമമായ ഇടപെടൽ തേടുകയാണിവർ. ന്യൂസ് 18 അടിമാലി. ഇടുക്കി വണ്ടിപ്പെരിയാർ മ്ലാമല തേങ്ങാക്കൽ നിവാസികൾക്കൊരു ആശ്വാസ വാർത്തയുണ്ട്. ഇവിടുത്തുകാർ വർഷങ്ങളായി നേരിടുന്ന യാത്രാക്ലേശത്തിന് പരിഹാരമുണ്ടാകുമെന്നാണ് അധികൃതരുടെ ഉറപ്പ്. വർഷങ്ങളായി നടുവൊടിഞ്ഞാണ് മ്ലാമല തേങ്ങാക്കൽ നിവാസികളുടെ യാത്ര. പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയുള്ള യാത്ര വലിയ പ്രയാസമായിരുന്നു. ഓട്ടോറിക്ഷ അടക്കമുള്ള വാഹനങ്ങൾ സർവീസ് നടത്താനും മടിച്ചു. നാട്ടുകാർ പലവട്ടം പരാതി പറഞ്ഞു. എന്നാൽ ഇനി ഈ അവസ്ഥയുണ്ടാകില്ലെന്നാണ് അധികൃതർ നൽകുന്ന ഉറപ്പ്. തകർന്ന റോഡ് നന്നാക്കാൻ നടപടി തുടങ്ങിയിരിക്കുകയാണ്. 7 കിലോമീറ്റർ ദൂരമാണ് ഉടൻ നിർമ്മിക്കുക. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. ഈ മാസം 27-ന് നിർമ്മാണം തുടങ്ങുമെന്ന് വാഴൂർ സോമൻ MLA. തേങ്ങാക്കൽ ഭാഗത്തെത്തുന്ന റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത്. ഏതാണ്ട് 110 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഈ പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 3 റീച്ചിലായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. അതിലാദ്യത്തെ റീച്ചിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇപ്പോൾ രണ്ടാമത്തെ റീച്ചിൻ്റെ പ്രവർത്തനം വരുന്ന 27-ാം തീയതി രാവിലെ 10 മണിക്ക് മാമല നാലുകണ്ടത്തിൽ വെച്ച് നടക്കുകയാണ്. 4 കോടിയോളം രൂപ ചെലവിട്ടാണ് നവീകരണം. റോഡ് നന്നാക്കുമെന്ന ഉറപ്പ് കിട്ടിയതോടെ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് ഓങ്ങല്ലൂരിലെ അനധികൃത ആക്രി വ്യാപാരത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. അശാസ്ത്രീയമായ ഈ വേസ്റ്റ് സംസ്കരണം കടുത്ത പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കുമെന്നാണ് ആശങ്ക. സംസ്ഥാനത്ത് തന്നെ വലിയ തോതിൽ ആക്രി വ്യാപാരം നടക്കുന്ന ഇടമാണ് ഓങ്ങല്ലൂർ. കാരക്കാട്, കൊണ്ടൂർക്കര മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാന വ്യവസായം.
ഇതിൽ കൊണ്ടൂർക്കരയിലെ ആക്രി വ്യാപാര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് പ്രതിഷേധം. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 18, 19 വാർഡുകളിലായി പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിൽ ഇ വേസ്റ്റ് മാനദണ്ഡം പാലിക്കാതെ സംസ്കരിക്കുന്നുവെന്നാണ് ആരോപണം. കഴിഞ്ഞ ദിവസം ആക്രി വ്യാപാര കേന്ദ്രങ്ങളിലേക്ക് ജനകീയ സമിതി മാർച്ചും നടത്തി. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയ്ക്ക് സമീപമുള്ള അനധികൃത മാലിന്യ സംസ്കരണം കടുത്ത പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിഷേധം. അനധികൃത ആക്രി വ്യാപാര കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടണമെന്ന ആവശ്യവും ശക്തമാണ്. ഇക്കാര്യം ഉന്നയിച്ച് മന്ത്രിമാർക്കും ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്കും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 ഓങ്ങല്ലൂർ. കൊല്ലം പുനലൂരിലെ നഗരസഭാ ശ്മശാനം വീണ്ടും തകരാറിലായി. മാസങ്ങൾക്ക് മുമ്പ് വലിയ തുക മുടക്കി നവീകരിച്ച ശ്മശാനമാണ് വീണ്ടും പ്രവർത്തനരഹിതമായത്. അറ്റകുറ്റപ്പണികൾക്ക് ശേഷം മാസങ്ങൾക്ക് മുൻപാണ് ശ്മശാനം പ്രവർത്തനം പുനരാരംഭിച്ചത്. പിന്നാലെ വീണ്ടും പ്രവർത്തനരഹിതമായി. ആഴ്ചകളായി ഇവിടെ ശവസംസ്കാരം നടക്കുന്നില്ല. മൃതദേഹം സംസ്കരിക്കുന്നതിന് തെന്മലയിലേക്കോ പോളയത്തോട്ടേക്കോ കൊണ്ടുപോകേണ്ട സ്ഥിതിയാണിപ്പോൾ. നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയുമാണ് ശ്മശാനം പ്രവർത്തനരഹിതമാകാൻ കാരണമെന്നാണ് ആക്ഷേപം. 17 ലക്ഷം രൂപ കൊടുത്ത് ചെലവാക്കി ഇൻസ്റ്റാൾ ചെയ്ത ശ്മശാനം അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് വേണ്ടി ഒരു വർഷം 9 ലക്ഷം രൂപ വരെ ചെലവഴിച്ചിട്ടും അതിപ്പോഴും പ്രവർത്തന സജ്ജമാകുന്നില്ല എന്നത് ദുരൂഹതയാണ്. അതിനുള്ള ബർണറുകളിൽ കേട് സംഭവിച്ചു എന്ന് പറയുന്നു. ആ ബർണറുകൾക്ക് കേട് സംഭവിച്ചത് പരിഹരിക്കാൻ കഴിയാത്തത്, സമയബന്ധിതമായി പരിഹരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. അവിടെ നിന്നും പുറത്തേക്ക് പോകുന്ന പുകക്കുഴൽ, ആ പുകക്കുഴലിൽ ദ്വാരം വീണ് പുക ആ കെട്ടിടത്തിലെ ആകെ ഒരു മൃതദേഹം സംസ്കരിക്കുമ്പോൾ അവിടെ എല്ലാം വ്യാപിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ പ്രശ്നം സംഭവിച്ചതെന്നും അതെന്തുകൊണ്ടാണ് പരിഹരിക്കാൻ കഴിയാത്തതെന്നും പരിശോധിക്കാൻ നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തിന് കഴിയുന്നില്ല. മുൻപും പലവട്ടം ശ്മശാനം പ്രവർത്തനരഹിതമായിരുന്നു. ശ്മശാനത്തിന്റെ പുകക്കുഴൽ ദ്രവിച്ചതുമൂലം ഏറെ നാൾ അടച്ചിട്ടു. വാതക ചേമ്പറിലുണ്ടായ ചോർച്ചയുൾപ്പെടെയുള്ള തകരാറുകൾ മൂലം കഴിഞ്ഞ വർഷവും 6 മാസത്തോളം ഇത് അടച്ചിട്ടിരുന്നു. പിന്നീട് 9 ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു അറ്റകുറ്റപ്പണി നടത്തിയത്. തകരാർ പരിഹരിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരുന്നതായാണ് നഗരസഭയുടെ വിശദീകരണം. ന്യൂസ് 18 പുനലൂർ. ഒരേസമയം ഞെട്ടലും അതോടൊപ്പം വേദനയും ഉണ്ടാക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലെ ഫ്രീസറുകൾ ഉപയോഗിക്കാനാകാതെ സാധാരണക്കാർ തിരിച്ചറിയാത്ത 13 മൃതദേഹങ്ങളാണ് ആശുപത്രി മോർച്ചറിയിൽ 6 മാസമായുള്ളത്. പോലീസ് ക്ലിയറൻസ് ലഭിക്കാത്തതിനാൽ സംസ്കരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതോടെ ആശുപത്രിയിലെത്തുന്ന മൃതദേഹങ്ങൾ ബന്ധുക്കൾ പണം നൽകി സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ഗതികേടിലാണ്. 16 ഫ്രീസറുകളാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിയിലുള്ളത്. ഇതിൽ 12 എണ്ണത്തിലും തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങളാണ്. ഒരു ഫ്രീസർ തകരാറിലായ അവസ്ഥ. മറ്റു രീതിയിൽ മരണപ്പെട്ട ശരീരങ്ങൾ കൂടി എത്തിയതോടെ ഫ്രീസർ ലഭ്യമല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി പോലീസ് രാത്രി എത്തിച്ച മൃതദേഹം ഫ്രീസർ ലഭ്യമല്ലാത്തതിനെ തുടർന്ന് മടക്കി അയച്ചു. പിറ്റേ ദിവസവും മണ്ണഞ്ചേരി പോലീസ് എത്തിച്ച മൃതദേഹവും സമാനമായ രീതിയിൽ തിരിച്ചയച്ചു. മണ്ണാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിൽ 16 ഫ്രീസറുകളാണുള്ളത്. അതിൽ 12 ഫ്രീസറുകളിലും അനാഥരായ ബോഡികളാണ് ഇരിക്കുന്നത്. ഒരു ഫ്രീസർ കംപ്ലൈൻ്റ് ആണ്. ബാക്കി 3 ഫ്രീസറുകളാണ് നിലവിലുള്ളത്. ഒരു പെട്ടെന്ന് ഒന്നിൽ കൂടുതൽ 3 പേര് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ മോർച്ചറിയിൽ ബോഡി വെക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. പോലീസിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ആശുപത്രി അതിൽ പറയുന്നുണ്ടെങ്കിലും മാസങ്ങളായിരിക്കുന്ന മൃതദേഹം വരെ ഇവിടെ ഉണ്ട്. മൃതശരീരത്തിന്റെ ഐഡന്റിഫിക്കേഷൻ പൂർത്തിയാക്കി സംസ്കാരത്തിനായുള്ള അനുമതി നൽകുന്നതിനായി മെഡിക്കൽ കോളേജിൽ നിന്ന് അപേക്ഷ അമ്പലപ്പുഴ സ്റ്റേഷനിൽ നൽകണം. സംസ്ഥാനത്തെ എല്ലാ സ്റ്റേഷനുകളിലേക്കും പോലീസ് ചിത്രം സഹിതം മെസ്സേജ് കൈമാറും. പത്രത്തിലടക്കം തിരിച്ചറിയൽ പരസ്യം നൽകേണ്ടതുണ്ട്. നടപടി പൂർത്തിയാക്കി മെഡിക്കൽ കോളേജിന് സംസ്കാരത്തിനായുള്ള അനുവാദം നൽകും. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്താണ് 9,000 രൂപ ചിലവിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കുക. ഈ നടപടിയിൽ അലംഭാവം വന്നതോടെയാണ് മൃതശരീരങ്ങൾ ഫ്രീസറുകളിൽ നിറഞ്ഞത്. 6 മാസമായി പോലീസ് ക്ലിയറൻസ് നൽകാൻ വൈകുന്നുവെന്ന് മെഡിക്കൽ കോളേജ് ആരോപിക്കുമ്പോൾ 7 അപേക്ഷകൾ മാത്രമാണ് ലഭ്യമായതെന്നും 3 എണ്ണം നടപടി പൂർത്തിയാക്കിയതായും അമ്പലപ്പുഴ പോലീസ് പറയുന്നു. ഇരു കൂട്ടരും ഉദാസീനത തുടർന്നതോടെ മൃതദേഹങ്ങളുമായി കിലോമീറ്ററുകൾ താണ്ടി സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് സാധാരണക്കാർ. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18 ആലപ്പുഴ. കേരളത്തിലെ ആദ്യ എക്സിബിഷൻ കം കൺവെൻഷൻ സെന്റർ കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം വ്യവസായ മന്ത്രി പി രാജീവ് നിർവഹിച്ചു. പരമാവധി വ്യവസായങ്ങൾ ആകർഷിക്കാനാണ് കേരളം ശ്രമിക്കുന്നതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു.
കാക്കനാട് ഇൻഫോ പാർക്കിന് സമീപമാണ് 3 നിലകളിലായി 51,715 ചതുരശ്ര അടി വിസ്തീർണത്തിൽ കിൻഫ്ര കൺവെൻഷൻ സെന്റർ പ്രവർത്തനം തുടങ്ങിയത്. 650-ലധികം പേർക്ക് ഇരിക്കാവുന്ന എയർ കണ്ടീഷൻഡ് കൺവെൻഷൻ ഹാളും 100 പേർക്ക് ഇരിക്കാവുന്ന മിനി ഹാളും ഉൾപ്പെടുന്നതാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള സെന്റർ. ഇതിനു പുറമെ ഡൈനിങ് ഹാൾ, അടുക്കള, VIP അതിഥിമുറി, VIP ലോഞ്ച്, ബോർഡ് റൂം എന്നീ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു. ഇതിപ്പോ നല്ല ലോകോത്തര നിലവാരത്തിൽ തന്നെയാണ് കിൻഫ്ര നിർമ്മിച്ചിട്ടുള്ളത്. ഈ 640 ഇരിക്കാവുന്ന ഹോളുണ്ട്. കൂടാതെ താഴെ ഞങ്ങൾ കാണുകയുണ്ടായി 100 പേർക്ക് ഇരിക്കാവുന്ന, വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതലിരിക്കുക, അത്ര സ്പേഷ്യസ് ആയിട്ടാണ് സീറ്റ് അവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ചെറിയ ഹോളുണ്ട്. 300-ലധികം പേർക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാവുന്ന താഴെയുണ്ട്. പിന്നെ നമ്മുടെ ചെറിയ ലോഞ്ച് മുറികളും നല്ല സൗകര്യമുണ്ട്. അവിടെ എക്സിബിഷൻ നടക്കുമ്പോൾ തന്നെ ഇവിടെയും രണ്ടും ഒന്നിച്ച് തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യമാണുള്ളത്. അന്താരാഷ്ട്ര പ്രദർശനങ്ങൾ, കോൺഫറൻസുകൾ എന്നിവ പൂർണ്ണമായി ഒരേ കേന്ദ്രത്തിൽ നടത്താനാകുമെന്നതാണ് പ്രത്യേകത. ഉൽപ്പന്നങ്ങളും സേവന സൗകര്യങ്ങളും പ്രദർശിപ്പിക്കാനും പുതിയ വിപണികൾ കണ്ടെത്താനും കേന്ദ്രം സഹായകരമാകും. ന്യൂസ് 18 കൊച്ചി. കനത്ത ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് മഴ എത്തുകയാണ്. ഇന്ന് 2 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 111.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാവുന്ന സാഹചര്യമുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. തെക്കൻ തമിഴ്നാട് തീരം, കന്യാകുമാരി പ്രദേശം, അതിനോട് ചേർന്ന ഗൾഫ് ഓഫ് മാന്നാർ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ ഡ്രോൺ സർവേ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി NIT സംഘം തയ്യാറാക്കിയ പഠന റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറി. NIT പഠന റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് വിലങ്ങാട് പുനരുദ്ധാരണ പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഡ്രോൺ ഇമേജിനേഷൻ കമ്പനിയാണ് 3D സർവേ പൂർത്തീകരിച്ചത്. 2 ആഴ്ചയോളം NIT ടീം മേഖലയിൽ പഠനം നടത്തിയിരുന്നു. ഉരുൾഭീഷണി നിലനിൽക്കുന്ന മേഖലകളിൽ ജനവാസം സാധ്യമാണോ എന്നും എത്രത്തോളം സുരക്ഷിതത്വം ഈ മേഖലകളിൽ ഉണ്ട് എന്ന കാര്യവുമാണ് NIT സംഘം പഠന വിധേയമാക്കിയത്. 4 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ കൊച്ചി കുസാറ്റ് ദുരന്തത്തിൽ കുറ്റപത്രം സമർപ്പിച്ച അന്വേഷണ സംഘം. കുറ്റപത്രത്തിൽ മുൻ പ്രിൻസിപ്പൽ ദീപക് കുമാർ സാഹു ഉൾപ്പെടെ 3 പ്രതികളാണുള്ളത്. അധ്യാപകരായ ഗിരീഷ് കുമാർ തമ്പി, N ബിജു എന്നിവരാണ് മറ്റു പ്രതികൾ. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മുൻ രജിസ്ട്രാറെ പ്രതി ചേർക്കേണ്ട സാഹചര്യമില്ലെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ദുരന്തം നടന്ന് 1 വർഷവും 2 മാസവും പിന്നിടുമ്പോഴാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 3 കുരുന്നുകളുടെ ജീവൻ രക്ഷിക്കാനായി ബ്ലഡ് സ്റ്റെം സെൽ ദാതാക്കളെ തേടി കോട്ടയത്തെ ഒരു കുടുംബം. ജനിതക രക്തരോഗമായ ബീറ്റ തലസീമിയ ബാധിച്ച സഹോദരങ്ങളായ ഫൈസി, ഫൈഹ, ഫൈസ് എന്നിവരാണ് അതിജീവനത്തിനായുള്ള പോരാട്ടത്തിൽ സുമനസുകളുടെ സഹായം തേടുന്നത്. അടിയന്തരമായി മൂലകോശ ദാതാക്കളെ ലഭിച്ചില്ലെങ്കിൽ കുട്ടികളുടെ ജീവൻ പോലും അപകടത്തിൽ ആകും. കോട്ടയം സ്വദേശികളായ മുബാറക്കിന്റെയും സൈബുന്നീസയുടെയും മക്കൾക്കാണ് അപൂർവ ജനിതക രോഗം ബാധിച്ചിരിക്കുന്നത്. 6ാം ക്ലാസ്സുകാരനായ ഫൈസിക്ക് 3 മാസം പ്രായമുള്ളപ്പോഴാണ് രോഗം കണ്ടെത്തുന്നത്. 4ാം ക്ലാസ്സുകാരിയായ ഫൈഹയുടെയും 4.5 വയസ്സുകാരൻ ഫൈസിന്റെയും രോഗം ചെറുപ്രായത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു. മൂലകോശദാതാവിന്റെയും കുട്ടികളുടെയും HLA തമ്മിൽ പൊരുത്തപ്പെടണം. 10 ലക്ഷം പേരെ പരിശോധിക്കുമ്പോഴാണ് ഒരു ഡോണറിനെ ലഭിക്കുന്നത്. അതിനാൽ തന്നെ ദാതാവിനെ കണ്ടെത്തുക എന്നതാണ് വലിയ വെല്ലുവിളി. ഡോക്ടർമാർ പറയുന്നത് നിലവിലിപ്പോ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അതാണ് പറയുന്നത്. പക്ഷെ അതിനൊരു ശാശ്വത പരിഹാരമല്ല. ഇങ്ങനെ പോകും തോറും അവരുടെ ശരീരത്തിലെ മറ്റുള്ള അവയവങ്ങൾക്ക് അത് പല രീതിയിൽ ബാധകം വരും. ഒരു 10-25 വയസ്സ് വരെയുള്ള ആയുസ് അവർക്ക് അതിൽ കാണത്തുള്ളൂ. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മജ്ജ മാറ്റി വെക്കണം, അതേ ഉള്ളൂ നോർമൽ രീതിയിലോട്ട് വരാനൊരു മാർഗം. അതിനുവേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നമുക്കൊരു ഡോണറെയാണ് മെയിനായിട്ട് വേണ്ടത്. തിരുവല്ല ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിലാണ് കുട്ടികളുടെ ചികിത്സ ഇപ്പോൾ നടക്കുന്നത്. ആരോഗ്യവാനായ ആർക്കും മൂലകോശം ദാനം ചെയ്യാം. എന്നാൽ മൂലകോശം ദാനം ചെയ്യുന്നതിനുള്ള ചില തെറ്റിദ്ധാരണകളാണ് ചികിത്സയ്ക്കുള്ള പ്രതിസന്ധി. ബോൺ മാരോ ഡോണറിന് ബോൺ മാരോ ടെസ്റ്റോ ബോൺ മാരോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടിയത് മൂലകോശമാണ്. ആ മൂലകോശം എടുക്കാനുള്ള മാർഗം നിലവിൽ
ബ്ലഡ് സാമ്പിൾ ഇല്ലെങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന കൂട്ടുള്ള വഴിയാണ്. നമ്മളൊരു സൂചി വെച്ച് ബ്ലഡ് എടുക്കുന്ന കൂട്ട് ഒരു ബാഗിലോട്ട് ബ്ലഡ് കളക്ട് ചെയ്യുന്നു. ആ ബ്ലഡിനകത്ത് ഓൾറെഡി സ്റ്റെം സെല്ലുണ്ട്. ആ സ്റ്റെം സെല്ലാണ് നമ്മളൊരു പേഷ്യൻറ്റിന് കൊടുക്കുന്നത്. മൂലകോശദാതാവിനെ കണ്ടെത്താൻ ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിൽ സന്നദ്ധ സംഘടനയായ DKMMSുമായി ചേർന്ന് ക്യാമ്പുകൾ സംഘടിപ്പിച്ചു വരികയാണ്. കുട്ടികളുടെ ജീവൻ രക്ഷിക്കാനായി സുമനസ്സുകൾക്കും പങ്കാളികളാകാം. അതിനായി സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യുകയോ അല്ലെങ്കിൽ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറുമായോ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് 18 പത്തനംതിട്ട. ഗുരുവായൂർ കണ്ണന് മുന്നിൽ ഇന്ന് നടന്നത് 256 വിവാഹങ്ങളാണ്. വിവാഹ മാമാങ്കം കണക്കിലെടുത്ത് ദർശനത്തിനും ചടങ്ങുകൾക്കും ഗുരുവായൂർ ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. നിർമാല്യം മുതൽ ഭക്തരെ കൊടിമരത്തിന് സമീപം വഴിയാണ് നാലമ്പലത്തിലേക്ക് പ്രവേശിപ്പിച്ചത്. ശയനപ്രദക്ഷിണം അനുവദിച്ചില്ല. സുരക്ഷയ്ക്കായി കൂടുതൽ പോലീസുകാരെയും നിയോഗിച്ചിരുന്നു. കൊല്ലം കൊട്ടാരക്കരയിൽ നടന്ന കുട്ടികളുടെ ചിത്രരചനാ മത്സരം വേറിട്ടതായി. റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായാണ് മത്സരം നടന്നത്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായിരുന്നു മത്സരം. കൊട്ടാരക്കര താലൂക്ക് പരിധിയിലെ സ്കൂളുകളിൽ നിന്നുള്ളവരായിരുന്നു മത്സരാർത്ഥികൾ. 60-ലേറെ പേർ പങ്കെടുത്തു. രചനാ മത്സരത്തോടൊപ്പം ഉപന്യാസ രചനാ മത്സരങ്ങളും ദേശഭക്തി ഗാനാലാപന മത്സരങ്ങളും നടന്നു. റിപ്പബ്ലിക് ദിനത്തിൽ നടക്കുന്ന പൊതുയോഗത്തിൽ മന്ത്രി ചിഞ്ചുറാണി വിജയികൾക്ക് സമ്മാനം നൽകും. കൊട്ടാരക്കരയിലെ റിപ്പബ്ലിക് ദിന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി. ന്യൂസ് 18 കൊട്ടാരക്കര. കോതമംഗലം പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് OE അബ്ബാസ് അധ്യക്ഷനായി. നമ്മുടെ പഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി നസീമ മാഡം ഉൾപ്പെടെ പഞ്ചായത്തിന്റെ പഞ്ചായത്ത് 25-24 എറണാകുളം പല്ലാരിമംഗലം സ്റ്റേഡിയം നവീകരണം ഉടൻ പൂർത്തിയാക്കും. ശേഷിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ 1 കോടി രൂപ അനുവദിച്ചു. ആന്റണി ജോൺ MLAയുടെ നേതൃത്വത്തിൽ കായിക വകുപ്പ് ഉദ്യോഗസ്ഥരും ഗ്രാമപഞ്ചായത്ത് അധികൃതരും സ്റ്റേഡിയം സന്ദർശിച്ച് നിർമ്മാണ പുരോഗതി വിലയിരുത്തി. ഗ്രൗണ്ട് ഡെവലപ്മെന്റ്, ഗാലറി, ടോയ്ലറ്റ് ബ്ലോക്ക്, ഡ്രെയിനേജ്, റീടൈനിംഗ് വാൾ, ഫെൻസിംഗ്, ഫ്ലഡ് ലൈറ്റ്, അനുബന്ധ സിവിൽ ആൻഡ് ഇലക്ട്രിഫിക്കേഷൻ എന്നീ പ്രവൃത്തികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം ആറ്റിങ്ങൽ ടൗണിൽ സൗന്ദര്യവൽക്കരണ നടപടി തുടരുന്നു. ആദ്യഘട്ടമെന്ന നിലയിൽ ദേശീയപാതയുടെ ഇരുവശവും അലങ്കാര ചെടികൾ സ്ഥാപിച്ചു. ദിവസവും 10,000ങ്ങൾ വന്നുപോകുന്ന ഇടമാണ് ആറ്റിങ്ങൽ ടൗൺ. ആറ്റിങ്ങലിനെ സുന്ദരമാക്കാൻ പദ്ധതി നടപ്പാക്കുകയാണ് നഗരസഭ. ഇതിന്റെ ഭാഗമായി കച്ചേരിനട മുതൽ KSRTC ബസ് സ്റ്റാൻഡ് വരെ റോഡിന്റെ ഇരുവശങ്ങളിലുമായി അലങ്കാര ചെടികൾ സ്ഥാപിച്ചു. വഴിവിളക്ക് തൂണുകളിലാണ് ചെടിച്ചട്ടികൾ സ്ഥാപിച്ചിരിക്കുന്നത്. 2ാം ഘട്ടത്തിൽ പൂവമ്പാറ മുതൽ മാമം വരെയുള്ള പ്രദേശത്ത് ചെടികൾ നട്ടുപിടിപ്പിക്കും. പരിപാലനവും സംരക്ഷണവും നഗരസഭ നേരിട്ട് നടത്തും. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് S. കുമാരി ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു മാലിന്യവും ഇല്ലാത്ത ഒരു നഗരമായി മാറാൻ വളരെ കാലമായി നമ്മൾ ശ്രമിക്കുകയാണ്. ആ ശ്രമം വിജയിച്ചു എന്നതിന് ഉത്തമ ഉദാഹരണം എന്നിന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ തന്നെയാണ്. SPC കേഡറ്റുകൾ പ്ലാസ്റ്റിക് പാഴ്ക്കുപ്പികൾ കൊണ്ട് നഗരസഭാ അങ്കണത്തിൽ നിർമ്മിച്ചു നൽകിയ ഇരിപ്പിടത്തിന് സമീപത്തായി സെൽഫി പോയിന്റും തയ്യാറാക്കിയിട്ടുണ്ട്. പൊതുമതിലുകളിൽ ബോധവൽക്കരണ സന്ദേശങ്ങളും ചിത്രങ്ങളും വരച്ച NSS വളണ്ടിയർമാർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് ഇരിപ്പിടം നിർമ്മിച്ച അവനവഞ്ചേരി ഹൈസ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കുള്ള മെമന്റോയും കൈമാറി. ന്യൂസ് 18 ആറ്റിങ്ങൽ. തിരുവനന്തപുരം തമ്പാനൂരിൽ മഹാരാഷ്ട്ര സ്വദേശികളായ സഹോദരങ്ങൾ ഹോട്ടൽ മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ അനാഥരാണെന്നും കടുത്ത ദാരിദ്ര്യമാണെന്നുമുള്ള ആത്മഹത്യാക്കുറിപ്പും പോലീസ് മുറിക്കുള്ളിൽ നിന്ന് കണ്ടെടുത്തു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ചെങ്കൽ ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷം ഇന്നലെ രാത്രി 10 മണിയോടെയാണ് മഹാരാഷ്ട്ര സ്വദേശികളും സഹോദരങ്ങളുമായ ദത്താത്രേയ കോണ്ടിബയും മുക്ത കോണ്ടിബയും തമ്പാനൂരിലെ വിനായക ഹോട്ടലിലേക്ക് തിരികെ എത്തിയത്. പിന്നീട് ഇവർ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയില്ല. റൂം വൃത്തിയാക്കുന്നതിനായി ഹോട്ടൽ ജീവനക്കാർ രാവിലെ മുട്ടിവിളിച്ചിട്ടും പ്രതികരണം ഉണ്ടാകാതിരുന്നതോടെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് ജീവനക്കാർ അകത്ത് കടക്കുകയായിരുന്നു. മുക്തയുടെ മൃതദേഹം കട്ടിലിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലും ദത്താത്രേയെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. 2 ആത്മഹത്യാക്കുറിപ്പുകളും പോലീസ് മുറിക്കലിൽ നിന്ന് കണ്ടെടുത്തു. അച്ഛനും അമ്മയുമില്ലെന്നും അനാഥരാണെന്നും കടുത്ത ദാരിദ്ര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കരുതെന്നും ആത്മഹത്യാക്കുറിപ്പിൽ ഇരുവരും പരാമർശിച്ചിട്ടുണ്ട്. 2 ദിവസം മുമ്പാണ് മഹാരാഷ്ട്ര സ്വദേശികളായ സഹോദരങ്ങൾ ഹോട്ടലിൽ മുറിയെടുത്തതെന്നും
മരണത്തിൽ മറ്റു ദുരൂഹതകളൊന്നുമില്ലെന്നും പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പ്രൈമ ഫേസി ഒരു സൂസൈഡ് പോലെ കാണുന്നുണ്ട്. 2 പേരുണ്ട്, ഒരു ആന്ന ഒരു പെണ്ണ്. 2 പേര് കേരള സ്വദേശി അല്ല, അവന് വേറെ രാജ്യത്തുള്ള ആളാണ്. അവിടെ നമുക്ക് പ്രൈമ ഫേസി ഇത് ഇൻഫർമേഷൻ സൂസൈഡ് പോലെ തന്നെയാണ്. അതേസമയം ഇവരുടെ കുടുംബ പശ്ചാത്തലവും സാമ്പത്തിക ഇടപാടുകളും ഉൾപ്പെടെ അന്വേഷിക്കാൻ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ മഹാരാഷ്ട്ര പോലീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കിലേക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചൂസ് യുവർ സ്പെഷ്യൽ. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 7400 രൂപ, പവന് 59,200 രൂപ. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 6,140 രൂപ, പവന് 49,120 രൂപ. വെള്ളി ഗ്രാമിന് 99 രൂപ, കിലോ 99,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാവുന്നു. നമസ്കാരം.